ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചനും ഗ്രേസിമയും കൂടി അലീനയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, അലീന വിചാരിച്ചാൽ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റില്ലേ? ഉള്ള സത്യം ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയണം. അപ്പോൾ ഗ്രേസിമ പറയുന്നുണ്ട്, അത് അവളുടെ ബ്രിജിത്താമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതൊരിക്കലും പറയില്ലെന്ന്. അതുമാത്രമല്ല, ഒരു വാശിപ്പുറത്ത് നമുക്ക് തോന്നും അതൊക്കെ ഒന്ന് വിളിച്ചു പറയാമെന്ന്. പക്ഷേ അത് പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അവൾ ചിന്തിക്കുന്നുണ്ട്. ആ ബാലേന്ദ്രൻ സാറ് വളരെ നല്ല മനുഷ്യനാണെന്ന് അവൾ പറയുന്നത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആ മനുഷ്യൻ തകർന്നു പോവില്ലേ? ആ കുടുംബവും അതോടൊപ്പം തകർന്നു പോവും. അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, എന്നാലും ഇത് ഭയങ്കര പീഡനല്ലേ ഗ്രേസമ്മേ? ആ പെങ്കൊച്ച് ഇതെങ്ങനെ സഹിക്കുന്നു? ഇത്ര നാളും അതെങ്ങനെ അവിടെ പിടിച്ചു നിന്നു? അതാ എനിക്ക് അതിശയം. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ആ പെങ്കൊച്ചനെ സമ്മതിക്കണം മാമച്ച. സ്വന്തം ആങ്ങളെയും കസിനും കൂടിയിട്ടാണ് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ സ്വയം കത്രികയെടുത്ത് വയറ്റത്ത് കുത്തി. ഇത് കേൾക്കുമ്പോൾ മാമച്ചനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇതെപ്പോൾ സംഭവിച്ചു? അപ്പോൾ അവൾ കസാരമെന്ന് വീണ് കത്രിക കുത്തി കയറിയതല്ലേ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അല്ല മാമച്ചായ, ഇതാണ് സംഭവിച്ചത്. ആദ്യം എനിക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ രേവതിക്കുട്ടിയാണ് അത് പറഞ്ഞത്. അവളന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോയില്ലേ, അപ്പോൾ അലീന അവളോട് പറഞ്ഞതാ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇവളെന്താ പോലീസിനോട് ഇതൊന്നും പറയാഞ്ഞേ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, സ്വന്തം കുടുംബമല്ലേ, സ്വന്തം ആങ്ങളല്ലേ, അവരുടെ ജീവിതമൊക്കെ ആലോചിച്ചിട്ടാ അവളൊന്നും പറയാഞ്ഞേ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, നീ അവളോട് പറ ഇനി അവിടെ നിൽക്കണ്ടാന്ന്. റോഡ് പണിക്ക് പോയാൽ ഇതിലും അന്തസ്സുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് തലയാകെ പെരുത്ത് നിൽക്കുക. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, എടി ഗ്രേസമ്മേ, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ചെക്കന്മാർ കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അലീനേനെ കല്യാണം കഴിച്ച് കൊടുക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് നല്ല ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, അലീനയ്ക്ക് പറ്റിയ ചെക്കന്മാരാരെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ് കേട്ടോ. അലീന ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ രോഹിത്ത് സ്റ്റെയർ കേസ് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനേനെ കണ്ടതും രോഹിത്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നീ അമ്മയോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാൻ വിചാരിച്ചു നീ ഒന്നും പറയത്തില്ലെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ നന്നാവുന്ന ലക്ഷണമൊന്നും കാണാനില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്നെ നന്നാക്കുന്ന ജോലിക്കല്ല നിന്നെ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ അലീന തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, നീ നന്നാവോ നന്നാവാതിരിക്കുമോ അതൊക്കെ നിൻ്റെ ഇഷ്ടം, ഇനി ഞാൻ ഒന്നിലും ഇടപെടാനില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, പക്ഷേ നീ അമ്മയോട് പറഞ്ഞു കൊടുത്തത് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടി, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും പോലീസ് നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ എനിക്കൊരു ഫോൺ കോൾ മാത്രം മതി. പക്ഷേ ഞാനത് ചെയ്യാതിരുന്നതും ഇപ്പോഴും ചെയ്യാതിരിക്കുന്നതും നിൻ്റെ ഭാവി ഓർത്തിട്ടാ, നിൻ്റെ ഭാവി നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ടാ. അത് നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെങ്കിൽ അതിൻ്റെ ബാക്കി നീ അനുഭവിച്ചോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ ആരാന്ന് വിചാരിച്ചിട്ടാ നിൻ്റെ ഈ വാചക കസർത്തൊക്കെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കാണ് അറിയാത്തത്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് അറിയിക്കും. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി കരഞ്ഞതിനേക്കാൾ കൂടുതൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നിനക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് നിൻ്റെ ഗതികേട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ ആരാ എന്നെ ഓർത്ത് കരയാൻ? ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അത് തന്നെയാണ് പറഞ്ഞത്, അത് നിൻ്റെ ഗതികേടാണെന്ന്. നിനക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടെങ്കിൽ, നിനക്കൊരു സോറി പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊരിക്കലും മാഡത്തോട് പറയില്ലായിരുന്നു. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അങ്ങനെ നിന്നോട് സോറി പറഞ്ഞ് എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിനി നിന്നോട് പറയാനൊന്നുമില്ല, ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇവിടെ നിന്ന് പോകേണ്ടവളാ. നീ നന്നായാൽ നിനക്ക് കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് അലീന പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആ അങ്കിൾ ഇത്ര പെട്ടെന്ന് റെഡിയായോ? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, പിന്നെ അല്ലാതെ, നീ വേഗം റെഡി ആയിട്ട് വാ, ആൻറ്റി അവിടെ താഴെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്കിളെ നമ്മൾ ഏത് വഴിക്കാണ് പുനലൂർക്ക് പോകുന്നത്? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, നാഷണൽ ഹൈവേ വഴി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതല്ല, ഞാൻ ചോദിച്ചത് റൂട്ടാ. ഇത് കേൾക്കുമ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മോളുടെ ഉദ്ദേശം? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല കൊല്ലം വഴിയാണോ പോകുന്നതെന്ന് അറിയാനാ. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ കൊല്ലത്തേക്ക് പോകുന്നേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല കൊല്ലം വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ചിന്നുകുട്ടിയെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കൊല്ലം വഴിയൊന്ന് കറങ്ങി വരാം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ദൂരമുണ്ടോ അങ്കിളെ? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ആ ഒരു 50 കിലോമീറ്റർ വരും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ,
അയ്യോ 50 കിലോമീറ്ററോ? ഇവിടുന്ന് പുനലൂർക്ക് എത്രയുണ്ട് അങ്ങളെ? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, അതൊരു 150 കിലോമീറ്റർ വരും. അയ്യോ 150 കിലോമീറ്ററോ? അപ്പോൾ രണ്ടും കൂടി 200 കിലോമീറ്റർ. അപ്പോൾ കുഴപ്പമില്ല അല്ലേ അങ്ങളെ? അങ്കിളിന് ഇതൊക്കെ ഈസി അല്ലേ? സ്റ്റിയറിംഗ് കിട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിച്ചാൽ പോരെ. ഇത് കേൾക്കുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, കൊള്ളാലോടി നിൻ്റെ മനസ്സിലിരിപ്പ്, നീ ഇങ്ങ് വാട്ടാ. അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടി ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുക കേട്ടോ. അപ്പോൾ മാമച്ചൻ ജോസൂട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ, എടാ ജോസൂട്ടി, ഞങ്ങൾ വരാൻ ചിലപ്പോൾ വൈകും, പുനലൂർ വരെ പോവുക. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ വരണ്ടല്ലേ? ഡ്രൈവറിൻ്റെ പേര് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, ശമ്പളം തരുന്നില്ലടാ ഞാൻ നിനക്ക്. അപ്പോൾ ജോസൂട്ടി പരാതി പറയാട്ടോ, മുമ്പൊക്കെ എന്നെ കൊണ്ടുപോയിരുന്നല്ലോ, ദേ ഇവള് വന്നപ്പോൾ എന്നെ എന്നെ കൊണ്ടുപോകാത്ത. ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടി ചാടി വീഴുന്നുണ്ട് കേട്ടോ. അയ്യടാ, ഞാനല്ല ഡ്രൈവർ, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തേ ഇല്ല, പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ നിങ്ങളുടെ ഡ്രൈവർ ഉദ്യോഗം തട്ടിയെടുത്തു എന്ന്. അപ്പോൾ മാമച്ചായം പറയുന്നുണ്ട് കേട്ടോ, എടാ ജോസൂട്ടി, ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയില്ലേ കുന്നംകുളത്തേക്ക് നേന്ത്രക്കായ മേടിക്കാൻ? അപ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ഞാൻ ഡ്രൈവിംഗ് മറന്നു പോവും, വണ്ടി കഴുകലും തുടയ്ക്കലും മാത്രമേ എൻ്റെ പണി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് മാത്രമല്ല പട്ടിയെ കുളിപ്പിക്കലും. അപ്പോൾ മാമച്ചായം വീടിൻ്റെ താക്കോലെടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, ടാ ഞങ്ങൾ ഇറങ്ങുക, നീ വീട് നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ജോസൂട്ടീനെ ഇരികേറ്റാനായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോൾ പട്ടിക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്തേക്കണേ, ജോസൂട്ടി ചേട്ടനുള്ളതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, മാറിപ്പോവല്ലേ. അപ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, ഓ എനിക്കറിയാം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ദേഷ്യപ്പെടാതെ, ഞങ്ങൾ വരുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചോണ്ടാ കേട്ടോ. അങ്ങനെ അവർ പോകുന്നുണ്ട് കേട്ടോ പുനലൂർക്ക്. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ്. അലീനയും ബാലേന്ദ്രനും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ എഴുന്നേൽക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഈ കഴിച്ച പ്ലേറ്റുകളൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു കേട്ടോ. ആ സമയം ബാലേന്ദ്രൻ അലീനയോട് പറയും, എൻ്റെ റൂമിൽ മേശപ്പുറത്ത് ഒരു കത്രിക ഇരിപ്പുണ്ട്, പെൻ ഹോൾഡറിൽ, അതെടുത്തിട്ട് വായോ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവും കേട്ടോ, അത് ഏത് കത്രികയാണെന്ന്. അലീന മടിച്ചാണെങ്കിലും അത് പോയി എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്രികയാണ്, പിന്നീട് എപ്പോഴോ രോഹിത് അത് എടുത്തോണ്ട് പോയി, അത് കുറേ മാസങ്ങൾക്ക് മുമ്പായിരുന്നു. ഇത് വീണ്ടും തിരിച്ച് എൻ്റെ കയ്യിലോട്ട് വന്ന വഴി അതിഭീകരമായിരുന്നു അല്ലേ. ഇത് കേൾക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്കറിയാം നീ മനുവിനോടെല്ലാം പറഞ്ഞു എന്ന്. അവനും എന്നോടൊന്നും തുറന്ന് പറഞ്ഞില്ല, നീയെങ്കിലും എന്നോട് 1-2 ദിവസത്തിനുള്ളിൽ പറയുമെന്ന് വിചാരിച്ച് ഞാനും നോക്കിയിരുന്നു. ഞാനല്ലേ ആദ്യം അറിയേണ്ട ആൾ. അപ്പോൾ അലീന വളരെ ഇമോഷണലായിട്ട് പറയുന്നുണ്ട് കേട്ടോ, സാറിനോട് പറയണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചതാ, പക്ഷേ എനിക്കത് പറ്റത്തില്ലായിരുന്നു സാർ. ഞാനതെങ്ങനെ സാറിനോട് പറയും? സാറിൻ്റെ മകനെ പറ്റിയില്ലേ ഞാൻ പറയേണ്ടത്. അങ്ങനെ ഒരു ഗതികേടിന് നിന്നു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. സോറി സാർ, ഇപ്പോഴും എനിക്കതിന് പറ്റത്തില്ല, സോറി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നീയല്ലല്ലോ സോറി പറയേണ്ടത്, ഞാനല്ലേ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, വേണ്ട സാർ എന്നോട് സോറി പറയല്ലേ, എനിക്ക് സാർ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, മോളിങ് അടുത്തു വാ. അങ്ങനെ അലീനനെ ചേർത്ത് നിർത്തിയിട്ട് ബാലേന്ദ്രൻ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്നോട്. ഇത് കേൾക്കുമ്പോൾ അലീന പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ അലീനനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അലീനയുടെ തോളിലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ബാലേന്ദ്രനും വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇതിന് ശേഷം ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഉണർന്ന് കിടക്കാവും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ബാല? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ല, നമ്മുടെ ഫോണിങ്ങ് തന്നേ, ഒരു സംഗതി നോക്കാനാ. അപ്പോൾ മുത്തശ്ശി ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോൾ റെക്കോർഡിങ്സ് ഓരോന്ന് പരിശോധിക്കുന്നതിനിടയിൽ മുത്തശ്ശിയോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അമ്മ ഇതിൻ്റെ സൂത്രവഴികളൊക്കെ പഠിച്ചോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഓ എനിക്കത് പെട്ടെന്നൊന്നും തലയിൽ കയറത്തില്ല. അലീന കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ ഞാനത് പെട്ടെന്ന് മറക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആ ആവർത്തിച്ച് ചെയ്താലേ ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, ഞാൻ അതിലൊന്ന് തൊടുമ്പോഴേക്കും അത് വേറെ എവിടേക്കൊക്കെയോ പോവും. ഒരു ദിവസം മനു വിളിച്ചപ്പോൾ ഞാൻ അതൊന്ന് എടുക്കാൻ നോക്കിയതാ, പിന്നെ കണ്ടത് അതിൽ വെട്ടും കുത്തുക. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആ ടച്ച് ഫോൺ അങ്ങനെയാ, സൂക്ഷിച്ചൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണം അമ്മേ. ഈ സമയം കൊണ്ട് ബാലേന്ദ്രൻ കോൾ റെക്കോർഡിങ്സൊക്കെ ആളുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാനേ ഈ ഫോണിൽ ഒരു ഫോൺ ക്ലീനർ ആപ്പ് കൂടി കയറ്റിയിട്ടിട്ടുണ്ട്, ഫോൺ ഇടയ്ക്ക് ക്ലിയർ ചെയ്യാനേ, വൈറസ് ഒന്നും കയറാതിരിക്കാനായിട്ട്.
അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതിലും വൈറസ് കയറുമോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ വൈറസ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ. അലീന ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് കുറേയൊക്കെ അറിയാം, പിന്നെ കൃഷ്ണമോളെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാൻ പറയണം കേട്ടോ. അങ്ങനെ ഫോൺ മുത്തശ്ശിക്ക് തിരിച്ചു കൊടുത്തിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ പോയിരുന്നിട്ട് കോൾ റെക്കോർഡിങ്സ് ഓരോന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഫസ്റ്റ് ഓണാക്കുന്നത് അലീന പറയുന്നതാണ് കേട്ടോ. അതിൽ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയും കൂടെ പിറപ്പുകളാണെന്ന് വിചാരിച്ചിട്ട് മോളെ ഇത്രയും നാൾ സഹിച്ച് നിന്നത്. ഇനി എനിക്ക് മതിയായി. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ആകെ സംഭ്രമം എടുക്കുന്ന പോലെയായി അയാൾക്ക്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. ഇനി നാളത്തെ പ്രമോല് കാണിക്കുന്നത് ബാലേന്ദ്രൻ രേവതിക്കുട്ടി പറയുന്ന റെക്കോർഡിംഗ് കൂടി കേൾക്കുകയാണ് കേട്ടോ. അതിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട്, 10-22 വർഷം മുമ്പ് നിങ്ങൾ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ മകളാ ഞാൻ. നിങ്ങളെ കാണാനും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും കൊതിച്ച് വന്ന മകളാ ഞാൻ. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ ജീവിതമൊക്കെ മടുത്തു എന്ന് ചേച്ചി പറയണം കേട്ടോ എന്ന് പറയുന്ന ഡയലോഗാണ് കേട്ടോ ബാലേന്ദ്രൻ കേൾക്കുക. അതോടുകൂടി ബാലേന്ദ്രൻ്റെ സമനില തെറ്റിയ പോലെയാവും. ആളവിടെയുള്ളതൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ, കസേര ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മാമച്ചനെയും ഗ്രേസമ്മേനെയും രേവതിക്കുട്ടീനെയാണ്. അവരങ്ങനെ ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഷെറിനാണെങ്കിൽ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് കാണുന്നത്. രേവതിക്കുട്ടീനെ കണ്ടിട്ട്, നീ അല്ലേടി എൻ്റെ കുട്ടിയെ തട്ടിയെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഷെറിൻ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്